ഹലോ മച്ചമാരെ, സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഡൊമിനിക്കിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ കഴിഞ്ഞത് 40 ലക്ഷം രൂപയാണ് സിനിമ കേരളത്തിൽ നിന്ന് പ്രീസെയിൽ നേടിയതെന്നുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 50 ലക്ഷം രൂപയും കടന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഡൊമിനിക് 50 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ് കേരള പ്രീസെയിൽ കളക്ഷനിലൂടെ. വലിയ ഹൈപ്പോ കാര്യങ്ങളും ഒന്നുമില്ലാതെ യാതൊരു അനക്കവുമില്ലാതെ വരുന്ന ഈ ഒരു സൈലൻറ്റ് മൂവി എന്നുള്ള പേരിൽ തന്നെ വേണമെങ്കിൽ ഈ ഒരു സിനിമയെ നമുക്ക് പറയാം. മമ്മൂട്ടി കമ്പനിയുടെ വമ്പൻ പ്രൊജക്റ്റ് എന്ന് തന്നെ നമുക്കിവിടെ അറിയാം. ലോ ബഡ്ജറ്റിൽ വന്ന ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. മമ്മൂട്ടി ഫാൻസ്, നിങ്ങൾ എവിടെയാണ് എന്നാണ് ഇപ്പോൾ ആദ്യം ചോദിക്കാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ തരംഗമുണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? തിയേറ്ററിൽ ആൾ കയറാത്തത് എന്താണ്? നിങ്ങളുടെ ഫിലിമല്ലേ ഇത് എന്നൊരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. അതെ, ഇവിടെ നമുക്ക് ബുക്ക് മൈ ഷോ കാണുമ്പോൾ അങ്ങനെ ശോകമായ അവസ്ഥയാണ്. ചില സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് റെഡ് മയം കാണാൻ കഴിയുന്നുള്ളൂ. എറണാകുളത്ത് ലുലുവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 3ഓളം ഷോകളാണ്, അതായത് 12 ഷോകളിൽ 3ഓളം ഷോകൾ മാത്രമാണ് ഓറഞ്ച് കത്തി നിൽക്കുന്നത്. വനിതാ വിനീതയിൽ നമുക്ക് 9 ഷോകളിൽ നിന്ന് അതിനകത്തിൽ 2 ഹൗസ്ഫുൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 5 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ 2 നമുക്ക് നല്ല ലെവലിൽ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ കവിതാ തിയേറ്ററിൽ നമുക്ക് ഒരിടത്ത് പോലും നമുക്ക് റെഡ് കാണുന്നില്ല. രാവിലെ 9:30 ഷോയ്ക്ക് പോലും നമുക്ക് റെഡ് കാണാൻ കഴിയുന്നില്ല. അതും നമ്മൾ തുറന്നു നോക്കുമ്പോൾ വളരെ കുറച്ച് ടിക്കറ്റുകളാണ് വിറ്റ് പോയിരിക്കുന്നത്. ഇനിയും നമുക്ക് സെൻട്രൽ ടാക്കീസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും 6ഓളം ഷോകളുണ്ട്. അവിടെയും ടിക്കറ്റുകളൊന്നും തന്നെ റെഡ് കാണാനില്ല. ഒബ്രോൺ മാളിൽ വൈകുന്നേരം 7:30 ഷോ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അതേപോലെ ഷേനായിസിൽ നമുക്ക് വൈകുന്നേരം 8:15 ഷോ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ രാവിലെ 9:30 എറണാകുളം സൈഡിൽ സിനിമ ആദ്യം ഇറങ്ങുന്നത്. അതുപോലെ തന്നെ PVRൽ നമുക്ക് കാണാൻ കഴിയുന്നു 2ഓളം ഷോകൾ മാത്രം ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള കാര്യങ്ങളാണ്. ഇനിയും ഫോർട്ട് കൊച്ചിയിൽ 8 PM ഷോയാണ് ഓൾമോസ്റ്റ് ഫുള്ള് നിൽക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പച്ച കത്തി നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനും കഴിയുന്നത്. എന്തായാലും 1000-നും മുകളിലുള്ള ഷോകളാണ് നാളെ സിനിമയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ്. മമ്മൂട്ടി ഫാൻസ്, നിങ്ങൾ ആണ് ഇതിനകത്തിൽ ബുക്കിംഗ് ചെയ്യേണ്ട ആളുകൾ. നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തിൽ ഇത്രത്തോളം ഓറഞ്ച് മയം ഉണ്ടാവുള്ളൂ. ഈ ഒരു മണിക്കൂറിൽ, അതായത് ഇപ്പോൾ 9 മണിയാകുന്നു, ഇനി 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെ തരംഗം മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്, നമുക്ക് കാണേണ്ടത് തിയേറ്ററിലെ പൂരവും കൂടിയാണ് എന്നാണ് പറയാനുള്ളത്. എന്താണേലും അതിന് നിങ്ങൾ വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 1 കോടിക്ക് മുകളിൽ കേരള പ്രീസെയിൽ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ 50 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു. ഏറെക്കുറെ ഇങ്ങനെ പോവുകയാണെങ്കിൽ 75 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ശരിക്കും മമ്മൂട്ടി ഫാൻസ് കിണഞ്ഞൊന്ന് അല്ലെങ്കിൽ അറിഞ്ഞൊന്ന് ആർമാദിച്ചാൽ നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് തീപ്പൊടി പിടിപ്പിക്കുന്ന പോലെ തന്നെ എത്തും എന്നാണ് പറയാനുള്ളത്. എന്താണേലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ ആ ഒരു പ്രകടനം. അതുപോലെ തൃശ്ശൂർ രാഗം ചുവന്ന് തുടുക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.